ഹലോ മുത്തുമണികളെ, നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതാണ്. ഇതിൻ്റെ ഒരുപാട് പേര് ഈ ഒരു വിഷയം റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒരുപാട് തവണ എൻ്റെ ചാനലിൽ കൂടി തന്നെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോഴും വീണ്ടും ഓരോ കേസ് ഇങ്ങനെ വരുന്ന സമയത്തും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇനി ഇത്തരം അബദ്ധം ചെയ്യാൻ തുനിയുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ചെറുപ്പക്കാരൻ്റെ ചിരി കാണുമ്പോൾ, നിറഞ്ഞ ആ ഒരു ചിരി ഇനി ഈ ഭൂമിയിലില്ല എന്നത് ഓർക്കുമ്പോൾ വലിയ സങ്കടമാണ് തോന്നുന്നത്. അതുപോലെ തന്നെ വിവാഹിതരായ മനുഷ്യരെ, വിവാഹിതരായ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി നിങ്ങളുടെ സ്വാർത്ഥത തുപ്പുമ്പോൾ ശരിക്കും അവിടെ നഷ്ടമാകുന്നത് സമാധാനപൂർണമായ ഒരു ജീവിതമാണ് എന്നുള്ളത് മാത്രമല്ല, അവിടെ എട്ടും പൊട്ടും തിരിയാത്ത കുറേയധികം കുഞ്ഞു മക്കൾ അതിൽ പെടുന്നുണ്ട് എന്നുള്ളത് പോലും ഓർക്കാതെ കേവല ശരീര സുഖത്തിന് വേണ്ടി ഒരു വിവാഹിതയായ ഒരു സ്ത്രീയെ എന്തിനായിരിക്കും മറ്റൊരു പുരുഷൻ ആഗ്രഹിക്കുന്നത്? അവരുമായി ഭയങ്കരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കൂല. അതിൽ ഏതെങ്കിലും ഒരു കേസ്, ഒന്നോ രണ്ടോ വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ കേസുകൾ മാത്രമായിരിക്കും അത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത്. അവിടെയും നിങ്ങൾ ഓർക്കുക, സ്വന്തം ഭർത്താവിനെ ചതിച്ചുകൊണ്ട് നിന്റെ കൂടെ വന്നിരിക്കുന്ന സ്ത്രീ നാളെ നിന്നെ ചതിക്കാൻ എത്ര സമയം വേണം? അതുപോലെ ഒരു ഭാര്യയെ ചതിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഒരു പുരുഷൻ, ആ പുരുഷന് നിങ്ങളെ ചതിക്കാൻ എത്ര സമയം വേണം? ഇത് ഒന്ന് തിങ്ക് ചെയ്താൽ മാത്രം മതി. അതായത് കല്യാണം കഴിഞ്ഞ് ബാധ്യതകളോടുകൂടി ജീവിക്കുന്ന മക്കളും കുടുംബവുമായിട്ട് ഒരു കുടുംബമാകുമ്പോൾ അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയോട് പ്രണയം മണ്ണാങ്കട്ടയാണ്. അത് സെക്ഷുവലായിട്ടുള്ള ഒരു റിലേഷന് വേണ്ടി തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ അതേപോലെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരു കൃത്തരം തോന്നുന്ന ചില സ്ത്രീ പുരുഷന്മാരുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ആ ഒരു റിലേഷനിൽ നിന്ന് മാറ്റി ഞാൻ എന്ന ചിന്തയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിപ്പിക്കണം, എന്നെ മാത്രം ചിന്തിക്കണം, എന്നിലൂടെ മാത്രം അവർ ജീവിക്കണം എന്നൊക്കെ തോന്നിക്കുന്ന ഒരു തരം സാഡിസ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ആ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമാണ് വേദനിക്കുന്നത് എന്ന് ചിന്തിക്കും. നിങ്ങൾ ഈ ഒരു കേസിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾ 8 വർഷത്തോളം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തി, അമ്മയില്ലാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭർത്താവില്ലാതെ ഒരു ഭാര്യയായിരുന്നാലും ഭാര്യയില്ലാതെ ഭർത്താവായിരുന്നാലും ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നോക്കി വളർത്തിയ ആ കുഞ്ഞിനെ അയാളിൽ നിന്നും ആ സ്ത്രീ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് നിയമത്തിൻ്റെ സഹായത്തോടു കൂടി ആ സ്ത്രീ കൊണ്ടുപോയി. ഇവിടെ ആ വേദനയായിരിക്കാം, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരനെന്ന് പറയുന്നത്, പുള്ളിക്കാരൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ആ സ്ത്രീനെ. അവിടെ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ തനിക്കിനി ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത വാത്സല്യത്തെക്കുറിച്ചായിരിക്കാം, ഇനി ഒരിക്കലും നേടിയെടുക്കാൻ പറ്റാത്ത ജീവിതത്തിനെ കുറിച്ചായിരിക്കാം. എന്താണോ ആ ആളിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അയാൾ ജീവിതം തന്നെ വേണ്ട എന്ന് വെച്ചു. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തന്നെ വേണ്ട, തൻ്റെ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, തൻ്റെ ജീവിതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്, തന്നെ ഉപേക്ഷിച്ച ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ടതായ ജീവൻ നശിപ്പിച്ച അയാൾ ഒരു മണ്ടനാണ്. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ ആത്മഹത്യ ചെയ്യുന്ന ഒരാളിനെയും പ്രോത്സാഹിപ്പിക്കാനോ അയ്യോ പാവം പറയാനോ പറ്റില്ല. അങ്ങനെ പറ്റില്ല. ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ടയോ, അയാൾ സഹിച്ചു മടുത്തു,
അല്ലെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള വേദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാളെ എന്തോ ഭയങ്കര പൊക്കി വെക്കുന്നു. ശരിക്കും അയാൾ ചെയ്തത് എത്ര വലിയ വിഡ്ഢിത്തമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പോയ കുട്ടി, ഈ കൊണ്ടുപോയിരിക്കുന്ന കുട്ടിയെങ്കിലും അയാൾക്ക് ആലോചിക്കാമായിരുന്നു. പോയിരിക്കുന്നത് സ്വന്തമായ ഒരാളുടെ കൂടെ അല്ല, അമ്മ സ്വന്തമാണ്, പക്ഷെ ആ കുട്ടി പോയിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം ആ കുട്ടി തിരിച്ചു വന്നേക്കാം. തിരിച്ചു വരേണ്ടിയിരുന്ന സേഫായ സ്ഥാനം അയാൾ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ആ കുട്ടിക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ ഇയാൾ തന്നെ ഇല്ലാണ്ടായി പോയിരിക്കുന്നു. ചിലപ്പം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ ഈ ഒരു തീരുമാനത്തിൻ്റെ മുന്നിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടെയൊക്കെയും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു നാളെക്കുറിച്ചുണ്ട്. നാളെ ഈ കൊണ്ടുപോയ കുട്ടി തിരിച്ചു വരില്ല എന്നെന്ത് ഉറപ്പ്? ആ പോയ കുട്ടി അവിടെ എത്രത്തോളം സുരക്ഷിതനാണ് എന്നുള്ളത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കാനുള്ള അധികാരമുള്ള ഈ മനുഷ്യൻ ഇത്തരമൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ്. കാരണം ഇത്രയും പ്രായമായിട്ടും ഇവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നില്ല. ഒരു ആത്മഹത്യയിലെല്ലാം അവസാനിപ്പിക്കുന്ന ഇത്തരം പ്രവണതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ ആരൊക്കെയോ തന്നെ ആ സ്ത്രീയുടെ ഫോട്ടോസും മറ്റുമൊക്കെ പബ്ലിക്കാക്കിയിരിക്കുന്നു. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത്തരത്തിൽ ഒളിച്ചോടി പോകുന്നതായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ ഈ സ്ത്രീ എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത്, അവരുടെ ഫാമിലി ലൈഫിൽ എന്താണ് വിഷയം എന്നുള്ളത് നമുക്കൊന്നും തന്നെ യാതൊരു രീതിയിലും അറിയാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ എന്ത് കാരണം കൊണ്ടായിരുന്നാലും ആ സ്ത്രീ ഗൾഫിൽ പോയി ഇവർ കല്യാണം കഴിച്ച് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ആ സ്ത്രീ ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ പോയി അവിടെ വെച്ചാണ് ഈ പുള്ളിക്കാരനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. 8 വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ നിയമപരമായി ഈ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോയി എന്നുള്ളതാണ്. അവിടെ നിന്ന് ആ കുട്ടിക്ക് 8 വർഷത്തോളമുള്ള ഓർമ്മകളുണ്ട് തൻ്റെ അച്ഛനോടൊപ്പമുള്ള ആ കുട്ടിയുടെ 8 വർഷത്തെ ഓർമ്മകൾ എന്നേക്കും വെള്ളത്തിലാക്കിക്കൊണ്ട് ഈ മനുഷ്യനും പോയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അതിനെ ഭയങ്കര സങ്കടകരമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോഴും ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ എടുത്ത് ചാടിച്ച് തീരുമാനമെടുക്കേണ്ടുന്ന ഒന്നല്ല ജീവിതം വേണ്ട അല്ലെങ്കിൽ ജീവൻ വേണ്ട, എൻ്റെ ശരീരത്തിൽ ഇനി എനിക്ക് ജീവൻ വേണ്ട എന്നുള്ളത്. അവിടെ ആലോചിച്ചെടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ സഹിക്കേണ്ടതായിട്ടും ക്ഷമിക്കേണ്ടതായിട്ടും ഒക്കെ നമുക്ക് വരും. ഇവിടെ ആ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വേണ്ട എന്ന് വെച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് ജീവൻ വേണ്ട എന്ന് വെച്ചു. ഇത് ശരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ മറ്റെവിടെന്നോ ഇങ്ങനെ കേട്ട ഒരു കാര്യമാണ്. അതായത് തൻ്റെ ഭർത്താവ് സ്ഥിരമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോണ് നോക്കിക്കൊണ്ടിരിക്കും. ഈ ഫോണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പിന്നെ മനസ്സിലാകുന്നില്ല, എന്നോട് താല്പര്യം കുറഞ്ഞിട്ടാണോ, എന്നോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സ്ത്രീ എന്ന് പറയുന്നത് വേറെ പുറത്തൊന്നും പോകുന്നില്ല, വേറെ ജോലിയൊന്നുമില്ല. അവർ ഈ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി കുഞ്ഞുങ്ങളെയും നോക്കി ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കാത്തിരുന്ന് ഭർത്താവ് വന്നു കഴിയുമ്പോൾ ഭർത്താവ് ഫോൺ എടുത്തു വെച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഭാര്യ ഇപ്പുറം ഇരിക്കുകയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് സംശയം തോന്നിയിട്ട് തന്നെ ഭർത്താവ് കുളിക്കാൻ പോയ സമയത്തിന് ഭർത്താവിൻ്റെ ഫോണെടുത്ത് ഭാര്യ നോക്കി. അതിൽ കുറേ ലവ് സിമ്പലുകളാണ് വരുന്നത്. ഒരു പേരിൽ ഇങ്ങനെ കുറേ ലവ് സിമ്പലുകൾ വരും. ഈ സ്ത്രീ അത് തുറന്നു നോക്കിയപ്പോൾ ഭയങ്കരമായ ചാറ്റുകൾ കാണുന്നു. ആ സ്ത്രീ ആകെ തളർന്ന് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മുടേത് എന്ന് കരുതുന്ന, നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മുടെ സ്വന്തമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അന്യനായി മാറുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ താൻ ഇതുവരെ സ്നേഹിച്ചിരുന്നത് സത്യമല്ലല്ലോ, താൻ ഇതുവരെ കൊടുത്ത സ്നേഹത്തിന് ഒരു മൂല്യവും കൽപ്പിക്കാതെ അയാൾ മറ്റൊരാളുടെ പിന്നാലെ പോയി എന്നുള്ള തിരിച്ചറിവ് ഏതൊരു സ്ത്രീയായിരുന്നാലും ഏതൊരു പുരുഷനെ ആയിരുന്നാലും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ആ വേദന എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ആ സ്ത്രീ എന്ത് ചെയ്യണമെന്നറിയാതെ പതറി ഇങ്ങനെ നിന്ന് അയാൾ കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി.
ആ സ്ത്രീ ഫോണ് താഴെ വെച്ചു, നേരെ അടുക്കളയിലേക്ക് പോയി ഒരു പാൽപ്പായസം ഉണ്ടാക്കി. പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് ഇയാളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന്, ചേട്ടാ ഇതാ എന്ന് പറഞ്ഞിട്ട് പാൽപ്പായസം കൊടുത്തു. അപ്പോൾ ഈ പുള്ളിക്കാരൻ ചോദിച്ചു, ഇന്നെന്ത് പാൽപ്പായസം വയ്ക്കാനുള്ള കാരണം എന്ത് എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, എനിക്കിതുവരെയും ഏട്ടൻ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്കതിൻ്റെ കാരണം മനസ്സിലായി ഏട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ആ പായസം അയാൾക്ക് നേരെ വെച്ച് നീട്ടുന്നത്. ആ സ്ത്രീയുടെ മുഴുവൻ ദേഷ്യവും സങ്കടവും എല്ലാം ഒരു പാൽപ്പായസത്തിൽ ഒതുക്കി മറുപടി പറഞ്ഞ ആ ഒരു കാര്യത്തിനെ എനിക്ക് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യാനാണ് തോന്നിയത്. ഇതെവിടെയെങ്കിലുമൊക്കെ നടന്ന കാര്യം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. സ്വന്തം എന്ന് കരുതുന്ന ചില ആളുകളല്ല, സ്വന്തം ഭാര്യയും ഭർത്താവും തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമില്ല, നീയുമായി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, നിന്റെ ഇന്ന കാരണങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മ്യൂച്വലി നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് പോകുന്നതിന് പകരം ഇവിടെ ഒരു നോക്കുകുത്തിയെ പോലെ ഒരാളെ നിർത്തിയിട്ട് അപ്പുറം പോയി ഇത്തരം തെമ്മടിത്തരങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. നിങ്ങളത് വ്യക്തിപരമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളോടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ ഇത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കത് താങ്ങാൻ വേണ്ടിയിട്ട് കഴിയുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇനി അതുപോലെ തന്നെ തന്നെ വേണ്ട, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടം, തൻ്റെ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തി പോകുന്നവൻ്റെ പിന്നാലെ യാചിച്ച് പിന്നാലെ പോകേണ്ട കാര്യം എന്ത്? വിട്ട് കളഞ്ഞേക്കണം. അവർ സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമി തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ നഷ്ടമാർക്കാണ്? ഈ പുള്ളിക്കാരൻ്റെ കുഞ്ഞിനും ഇയാൾക്കും മാത്രമാണ്. ആ കുഞ്ഞിന് ഇനി നാളെ ഒരു ആശ്രയമായിട്ട് ഇയാളുടെ അടുത്തേക്ക് വരാൻ പോലും ഇയാൾ ഇന്ന് ജീവനോടെ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ആ ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ ആലോചിച്ചിട്ട് മാത്രമാണ് ഈ കേസിൽ എനിക്ക് സങ്കടം തോന്നുന്നത്. ഇതിലൊരുപാട് പേര് റിയാക്ട് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പുള്ളിക്കാരൻ മരണപ്പെട്ടതിന് ശേഷം ഈ പുള്ളിക്കാരൻ്റെ മകൾ ഒരു ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം അവരുടെ മകനാണ് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ആ കർമ്മത്തിന് പോലും ആ സ്ത്രീ ആ മകനെ വിട്ടുകൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സ്ത്രീ എത്രത്തോളം ഇയാളെ വെറുക്കുന്നു. മരണം എന്ന് പറയുന്നത് നമ്മളെ ശത്രുക്കളാണെങ്കിൽ പോലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ശത്രുത പോലും ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. കാരണം അയാൾ മരണപ്പെട്ടു. മരിച്ചുപോയ ഒരാളുടെ അടുത്ത് ഇനി ശത്രുത വെച്ചിട്ട് എന്ത് കാര്യമാണ്? അപ്പോൾ തൻ്റെ വിചാരങ്ങൾ മുഴുവൻ പങ്കിട്ട തൻ്റെ ഭർത്താവിൻ്റെ സ്വന്തം കുഞ്ഞിനെ ആ മരണാനന്തര ചടങ്ങിന് പോലും വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാത്ത, അത്രത്തോളം ദയയില്ലാത്ത ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണോ ഇയാൾ ഈ വേണ്ടാത്തരം ചെയ്തത്? അവർക്കെന്ത് നഷ്ടം? അവരയാളോടൊപ്പം സുഖമായിട്ട് ജീവിക്കുമായിരിക്കും. പക്ഷെ ആ സുഖത്തിനൊക്കെ താൽക്കാലികമായ ആയുസ് മാത്രമേ കാണുകയുള്ളൂ കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാളെ മരണം ചൂസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു താക്കീതായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. നിങ്ങൾ ഇന്നലെ കയറി വന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ ഒരു പുരുഷന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ച് നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളെ പെറ്റുപോറ്റി വളർത്തിയ 2 വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ച് നിങ്ങൾ കരയുമ്പോൾ കൂടെ കരയുന്ന, നിങ്ങൾ മനസ്സിലൊന്ന് അമ്മേ എന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കാൻ പറ്റുന്ന ആ അമ്മയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുപോലെ ആ അച്ഛനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇത്രയും പ്രായം നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി വയസ്സാം കാലത്ത് ഒരിറ്റ് വെള്ളം കൊടുക്കാനുള്ള നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ വേദനകൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാ മനുഷ്യർക്കും വേദനയുണ്ട്. എല്ലാ മനുഷ്യർക്കും ഈ ഇഷ്ടപ്പെടുന്ന ഒന്ന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷം എന്ന് പറയുന്നത്, ഇതൊക്കെ ഭയങ്കര വേദനയുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെയും തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന ഒരു സിനിമയിൽ മോഹൻലാലിനോട് ഇന്നസെൻ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നസെൻ്റ് അല്ല, നെടുമുടി വേണു പറയുന്ന ഒരു കാര്യമുണ്ട്.
നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ അല്ലല്ലോ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ശരിക്ക് ഈ പുള്ളിക്കാരനെ ഇഷ്ടമില്ലാത്ത, ഈ പുള്ളിക്കാരനെ വേണ്ട എന്ന് വെച്ച് പോയ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ മകൻ നഷ്ടപ്പെട്ടു, അതോടുകൂടി നഷ്ടപ്പെട്ടു എന്നുള്ള തെറ്റിദ്ധാരണയായിരിക്കാം. എത്ര അച്ഛൻ ചമഞ്ഞാലും എൻ്റെ പൊന്നു ചങ്ങായി, നിങ്ങൾ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ. എത്ര വാപ്പമാരെ കൊണ്ടുവന്ന് കാണിച്ചാലും, എത്ര അച്ഛന്മാരെ കൊണ്ടുവന്ന് കുട്ടികളുടെ മുന്നിൽ നിരത്തി വെച്ചാലും ഉണ്ടാക്കിയ ആൾ തന്നെ ആയിരിക്കും അതിൻ്റെ അച്ഛൻ. ആ കുട്ടിക്ക് അത് എന്നെങ്കിലും മനസ്സിലാകും. നിങ്ങളുടെ കൂടെ ആ കുട്ടി ജീവിച്ചതാണ് 8 വർഷം. ആ ഓർമ്മകൾ ആ കുട്ടിയെ വിട്ടുപോകില്ല. ആ കുട്ടി ഉറപ്പായി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾക്ക് പോലും സ്ഥാനം കൊടുക്കാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആ സഹോദരനെ എന്ത് പറയാൻ, ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? വലിയ വിഷമം തോന്നുന്ന ഒരു കേസാണ് എങ്കിലും ഇത് ഒരുപാട് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. എൻ്റെ പൊന്ന സഹോദരന്മാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വിവാഹിതരെ എന്ന് പറയുന്ന ആളുകൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ എന്ന് പറയുന്നത് കുമിളകൾ പോലെയാണ്. ആ കുമിളയുടെ ഭംഗി കണ്ടോ വലിപ്പം കണ്ടോ നിങ്ങളത് എടുത്ത് തലയിൽ വെക്കണ്ട, അല്ലെങ്കിൽ ഇതാണ് ജീവിതമെന്ന് നിങ്ങൾ കരുതണ്ട. ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ കുമിള പൊട്ടിപ്പോകും. അവിടെ നിങ്ങളിങ്ങനെ ശ്വാസം മുട്ടും, വീർപ്പ് മുട്ടും. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?